നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 27-ാം തീയതി 1201 ആണ്ട് മകരമാസം 13-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഇപ്പോൾ ഭരണി നക്ഷത്രം, അതുപോലെ ചൊവ്വാഴ്ച ഭരണി നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ഇന്നത്തെ നക്ഷത്രം ശുഭമല്ല. ഇന്നത്തെ ദിവസവും അത്ര നല്ലതല്ല. ചൊവ്വാഴ്ചയാണ്. ഇപ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം. ചൊവ്വ എന്ന് പറയുമ്പോൾ ശത്രു ഗ്രഹമാണ്. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടും. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അസ്വസ്ഥതയായിട്ട് മാറും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോവേണ്ട ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന്. അപ്പോൾ ഇതിനേക്കാളുപരി ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തം മകരമാസത്തിലെ ശരിക്ക് ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ്. ഒരു ദിവസത്തെ കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ദോഷപ്രദമായ ഒരു വർഷമാണ്. ആക്സിഡൻ്റ് ഉണ്ടാവാം, കേസ് വഴക്കുകളിൽ കുടുങ്ങാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ, അസുഖാവസ്ഥയാൽ ബുദ്ധിമുട്ടുണ്ടാവാം, സർജറിക്ക് വിധേയമാവാം. ഇതൊക്കെ വരാനിടയുള്ള ഒരു വർഷമായതുകൊണ്ട് ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ സൂക്ഷിച്ച് വേണം ഈ ഒരു വർഷത്തെ വരവേൽക്കാൻ. നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ എല്ലാത്തിനും പ്രതിവിധികൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പ്രതിവിധികൾ ചെയ്തു പോകണം. പ്രത്യേകിച്ച് ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യ സ്വാമി ആയതുകൊണ്ട് മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. ഇപ്പോൾ പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. അതുപോലെ തന്നെ ഒരു ശ്രീമുരുക യന്ത്രം മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇതുമായി ദേഹരക്ഷ ധരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദോഷഭാവങ്ങളെല്ലാം മാറിക്കിട്ടുകയും കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാല സമയം വരുന്നത് 3 മണി തൊട്ട് 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3:31 രാഹുകാലം ആരംഭിക്കുന്നത്. 4:57 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതിൽ ഗുളികകാല സമയം വരുന്നത് 12:37 തൊട്ട് 2:04 വരെയും, അതേപോലെ യമകണ്ഠകാല സമയം വരുന്നത് 9:44 തൊട്ട് 11:11 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. 12:13 തൊട്ട് 1 മണി 1 മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എന്ത് കൊള്ളാത്ത സമയത്തെയും നല്ല സമയമായിട്ട് ഇതിനെ നമുക്കെടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് മിക്സായിട്ടുള്ളതോ റെഡ് കളറുമായിട്ടോ ബന്ധപ്പെട്ട വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം നല്ലതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.